കഥകളിയിലെ സ്ത്രീ സാന്നിധ്യം ജാനകി നായരാണ് നമ്മോടൊപ്പം ഇത്ര നേരം വിശേഷങ്ങൾ പങ്കുവച്ചത്. ജാനകി നമ്മോടൊപ്പം തുടരുകയാണ്. ജാനകി, ഇന്നലെ ഒരു രസകരമായൊരു അനുഭവം കൂടി ഉണ്ടായില്ലേ കല്യാണ സൗഗന്ധികം അവതരിപ്പിക്കുമ്പോൾ? ഒപ്പം വേഷം കിട്ടിയ ഒരാൾ പുരുഷനായിരുന്നു അല്ലേ? അതെ അതെ, പാഞ്ചാലിയായിട്ട് എൻ്റെ ഒപ്പം വേഷം ചെയ്ത് കലാഭാരതി വാസുദേവൻ ആശാനായിരുന്നു. അദ്ദേഹം പണ്ട് ഞാനിവിടെ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീവേഷം പ്രാധാന്യമായിട്ടുള്ള ഒരു കഥകളി ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പാഞ്ചാലി വേഷവും ഞാൻ ഭീമൻ ചെയ്തു. അത് പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പുരുഷന്മാർ സ്ത്രീവേഷം ഒപ്പം ചെയ്യുകയും. അപ്പോൾ ഈ എപ്പോഴും വരുന്നതൊരു പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും. അല്ല, അപ്പോൾ ഉണ്ടാകുന്നൊരു തോന്നൽ എന്താണ്? അല്ല, നമ്മൾ ആക്ച്വലി ക്യാരക്ടറായി മാറിക്കഴിയുമ്പോൾ അതങ്ങനെ തോന്നില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വേഷം ആയി മാറിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു വ്യത്യാസം തോന്നില്ല. പിന്നെ മാത്രമല്ല, വളരെ ഇത്രയും സീനിയറായിട്ടുള്ള വാസുദേവൻ ആശാനെ പോലെ സീനിയറായിട്ടുള്ള ഒരു സ്ത്രീവേഷം ചെയ്യുമ്പോൾ അവർ ബോഡി ലാംഗ്വേജിൽ ഫുള്ളി മാറും. അപ്പം നമുക്ക് അടുത്ത് ഭീമനായിട്ട് പോയി ശൃംഗാരമൊക്കെ ചെയ്യുമ്പോൾ ആരാധന അതെ അതെ അതെ, ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരാളാണല്ലോ അടുത്ത് നിൽക്കുന്നതെന്നൊരു തോന്നലാണ് വരുന്നത്. പക്ഷെ അത് നല്ലൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ലണ്ടനിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവിടുത്തെ ഒരു സാഹചര്യം കഥകളിക്ക് പരിശീലനത്തിനൊന്നും പറ്റുന്നതല്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഫ്ലാറ്റിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ആളുകൾ ശബ്ദ മലിനീകരണത്തിന് കേസുകൾ. ഇതെങ്ങനെ കുറേ കാലമായി ലണ്ടനിൽ തുടരുന്നു. അപ്പോൾ കഥകളി പോലൊരു കല എന്ന് പറയുമ്പോൾ കൃത്യമായ പരിശീലനം ചിട്ടയോടുകൂടി വേണ്ടതാണ്. കാരണം നമ്മുടെ ഒരു പൂർണ്ണതയിലേക്ക് അതിന് സഹായമാകുന്ന രീതിയിൽ. പക്ഷേ അത് മാറ്റി നിർത്തുമ്പോഴൊരു ബുദ്ധിമുട്ട് എന്താണ് പിന്നീട് അരങ്ങിലേക്ക് വരുമ്പോൾ? ബുദ്ധിമുട്ട്, സ്റ്റാമിന കുറവ് ഉണ്ടാവും. പക്ഷേ പൂർണ്ണമായി മാറ്റി നിർത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഈ കഴിഞ്ഞ 8 വർഷവും ഞാൻ യോഗ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കഥകളിയിൽ ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റിൽ പ്രാക്ടീസ് നടക്കില്ല. പക്ഷേ വേറെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയിട്ട് കുറേ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ചിട്ട വച്ചിട്ടുണ്ട്. ചിലപ്പോൾ നടക്കാറില്ല, പക്ഷേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് ആകാതിരിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ വന്ന് പ്രാക്ടീസ്, ആശാൻ്റെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ലെവല് നമ്മൾ തനിയെ ചെയ്യുമ്പോൾ കിട്ടില്ല. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ഒരു സ്റ്റാമിന കീപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റി ഇങ്ങനത്തെ ശീലങ്ങൾ കൊണ്ട്. ഈ ലണ്ടനിൽ പോയിട്ട് മീഡിയയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ, ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത്. ഈ കഥകളി തന്നെ എന്തുകൊണ്ടാണ് അതൊരു തുടർന്ന് കൊണ്ട് അതിലേക്ക് ഹയർ സ്റ്റഡീസ് അതങ്ങനെ തിരഞ്ഞെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, എനിക്ക് പ്രൊഫഷൻ, അതായത് അക്കാഡമിക്സ് വിട്ട് പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. വേറെ ഡിഗ്രി ചെയ്യണം, വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു. കഥകളിയെ പോലെ തന്നെ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീൽഡിൽ മാസ്റ്റർ ഡിഗ്രി ഞാൻ ലണ്ടനിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കഥകളി എൻ്റെ പാഷനാണ്, വേറാസ് മീഡിയ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ അത് രണ്ടും വേർതിരിച്ച് തന്നെ നിൽക്കണം എന്നുള്ള തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്നും ചെയ്യണമെങ്കിൽ നമുക്കതൊരു ജോലിയാണ് എന്നൊന്നും തോന്നില്ല. നമ്മൾ എപ്പോഴും പറയും ജോലിയാണെന്ന് തോന്നില്ല, ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഥകളി കൊണ്ട് മാത്രം നമുക്ക് തുടർന്നങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ? ആ ഒരു കഥകളി മാത്രമല്ല, ഏതൊരു ആർട്ട് ഫോമിൻ്റെയും ഒരു ഇതാണ്. ഫിസിക്കലി ഒരു ഇതുള്ളത് കാരണം നമുക്കൊരു ചെറിയൊരു പനി വന്നാൽ മതി, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും തുടർന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു സേഫർ സൈഡിൽ എപ്പോഴും ഒരു പ്രൊഫഷൻ ഉള്ളത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, സ്കിൽഫുൾ ആയിട്ട് കൂടി നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വീട്ടുകാരുടെ ഒരു അഡ്വൈസ് ആയിരുന്നു പണ്ട് മുതലേ ഉള്ളത്, പഠിത്തം കളയരുത്. കാരണം അതിൽ എന്താ പറയുക, നമുക്കൊരു ഹാർഡ് വർക്കിംഗ് നേച്ചർ അതുകൊണ്ട് കിട്ടാൻ ഉപകാരപ്പെടും. സ്കൂളിലും കോളേജിലും ആയിരുന്ന സമയത്തും പഠിത്തം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു കലാപരമായിട്ടുള്ള ഒരു അധ്യയനവും നടന്നിരുന്നത്. ഒരു ഹാർഡ് വർക്കിംഗ് നേച്ചർ അതുകൊണ്ട് കിട്ടി. വെറുതെ ഇരിക്കാൻ തോന്നാറില്ല, എപ്പോഴും വർക്ക് ചെയ്യണം. അവിടെ തന്നെ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഡാൻസ് സ്കൂൾ അവിടെ ഉണ്ട് ലണ്ടനിൽ. 5 മണിക്ക് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനൊപ്പമാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. പാർട്ട് ടൈമായിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡിങ് ആണ് ഇവിടെ, ഭയങ്കര അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ എൻ്റെ PhD ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഒപ്പം കലാപരമായിട്ടുള്ള എന്നെ പ്രാപ്തയാക്കിയത് ഞാൻ ഇവിടെ മുതലേ അക്കാഡമിക്സും കലയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ശീലിച്ചത് കൊണ്ടാണ്. ഇല്ലായിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നിലധികം മേഖല കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നു പോയേനായിരുന്നു. ഒരു ചെറിയ ഇടവേള കൂടി എടുത്ത് പെട്ടെന്ന് തിരിച്ചു. കഥകളി രംഗത്തെ യുവ കലാകാരി ജാനകിയാണ് നമുക്കൊപ്പം തുടരുന്നത്. നമുക്ക് കഥകളി രംഗത്തെ നിങ്ങളുടെയൊക്കെ വലിയ ഒരു എന്താ പറയുക വഴികാട്ടിയായ ഒരാളെ കുറിച്ചുകൂടി അറിയാം. അഭിമാനമായ ഒരു പ്രതിഭ, നൂറ്റാണ്ട് പിന്നിട്ട കളിയാചാര്യൻ നാടിൻ്റെ ആദരം നൽകി
നാട്ടുകൂട്ടം അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ്. 100 വയസ്സ് തികഞ്ഞ കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെയാണ് നാട് ആദരിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആയുസ്സിന് 100 ആണ്ട്, 85 പിന്നിട്ട കലാസപര്യ, അരങ്ങിൽ നിന്നും കളിവിളക്ക് പോലെ തെളിഞ്ഞു കത്തുന്ന പ്രതിഭ ഗുരു ചേമഞ്ചേരി. പൊലിമയോടെ നാടൊരുക്കിയത് പ്രൗഢമായ ആദരം. ചേലിയ ഗ്രാമത്തിന്റെ ഹൃദയത്തിലൊരുക്കിയ വലിയ പന്തലിൽ ഗുരു ജന്മനാടിന്റെ സ്നേഹം തൊട്ടറിഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേദിയിലെ ഭദ്രദീപം തെളിഞ്ഞപ്പോൾ ശിഷ്യർ 100 നിലവിളക്കുകളിൽ ദീപം തെളിച്ചു. പത്മ പുരസ്കാരത്തിന് ഗുരുവിനെ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. ഈ വർഷം പത്മ അവാർഡ് ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ ഗുരുവിന്റെ പേരും ഉണ്ടായിരിക്കും. മന്ത്രി KC ജോസഫ് നവരത്നങ്ങൾ പതിപ്പിച്ച വെള്ളിക്കിരീടം അണിയിച്ചു. പ്രിയ ശിഷ്യൻ ചലച്ചിത്രതാരം വിനീത് പൊന്നാടയും ഹാരവും അണിയിച്ച് ഗുരുവിനെ പ്രണമിച്ചു. 4-ാം വയസ്സിൽ എൻ്റെ അമ്മ ഡോക്ടർ ശാന്തകുമാരി കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നൃത്ത പഠനത്തിനായി പൂക്കാട് വിദ്യാലയത്തിൽ ഗുരുവിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. എനിക്കിന്നും മാഷിൻ്റെ തേജസ്സുള്ള രൂപമാണ് എന്നും എൻ്റെ മനസ്സിൽ. 4-ാം വയസ്സിൽ അന്ന് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രയും ദൈവികമായ ഒരു അനുഭവമായിരിക്കണം അത്. 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് ചേലിയയിൽ തുടക്കമായത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. തീർച്ചയായും ദൈവികമായ കല തന്നെയാണ് കഥകളി. അത് അനുഭവിക്കുന്നവർക്കും ഇല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നവർക്കും ആ ഒരു പരിവേഷം എല്ലാവരെയും മനസ്സിൻ്റെ ഉള്ളിൽ കിട്ടും. അത് ജാനകിയിലൂടെ അത് എല്ലാവരിലേക്കും ഇറങ്ങട്ടെ, അത് അനുഭവിക്കാൻ എല്ലാവർക്കും ജാനകിയിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി, ഈ ഒരു അവസരം നൽകിയതിന് വളരെ നന്ദി. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാളെങ്കിലും ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ വളരെ സന്തോഷം. നന്ദി. ഒരുപാട് നന്ദി. മോർണിംഗ് ഷോയിൽ